നമസ്കാരം. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ അപമാനിക്കുക, കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കുക, ഇതിപ്പോൾ നിത്യസംഭവമാണ്. പലപ്പോഴും സംഘപരിവാരങ്ങൾ വ്യാജ ഐഡികൾ ഉണ്ടാക്കി അതിൽ നിന്നും പ്രവാചകനെ അപമാനിക്കുന്ന രീതിയിൽ അവർ പലതരത്തിലുള്ള പോസ്റ്റുകളും പ്രചരിപ്പിക്കാറുണ്ട്. അത് അവരുടെ ഒരു പണിയാണ്. ഈ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു BJP നേതാവിനെ പ്രവാചകനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇവിടെ ചില മുസ്ലിം നാമധാരികളും വ്യാജ ഐഡികൾ ഉണ്ടാക്കി എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ചില മുസ്ലിം നാമധാരികൾ വ്യാജ ഐഡികൾ ഉണ്ടാക്കി പ്രവാചകനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഇബ്രാഹിം നായർ എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് ഐഡി. ഈ ഫേസ്ബുക്ക് ഐഡിയിൽ പ്രവാചകനെ അപമാനിക്കുന്നു, പ്രവാചകനെ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കുന്നു. മാത്രമല്ല, ഇവിടെ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനടിയിൽ പോയി ഈ ഐഡി ഉപയോഗിച്ച് പ്രവാചകനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. മുഹമ്മദ് ഇബ്രാഹിം നായർ എന്നാണ് ഈ ഫേസ്ബുക്ക് ഐഡിയുടെ പേര്. ഇതിന്റെ കവർ ഫോട്ടോ ഒരു സമയത്ത് നരേന്ദ്രമോദി ആയിരുന്നു. പ്രൊഫൈൽ പിക്ചർ ഇടയ്ക്കിടക്ക് മാറി വരാറുണ്ട്. ഒരു സമയത്ത് നരേന്ദ്രമോദി ആയിരുന്നു, അതിനുശേഷം പല ഫോട്ടോകളും വന്നു. ഇപ്പോഴത്തെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും നിലവിൽ മട്ടന്നൂർ MLA-യുമായ ശൈലജ ടീച്ചറുടേതാണ്. ശൈലജ ടീച്ചറുടെ ഫോട്ടോ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ഐഡി പ്രവാചകൻ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത, ഈ ഫേസ്ബുക്ക് ഐഡിയുടെ ഉടമസ്ഥൻ, വ്യാജ ഐഡിയുടെ ഉടമസ്ഥൻ, അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തി ഒരു മുസ്ലിം നാമധാരിയാണ്. മുസ്ലിം ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം മുസ്ലിം ആണെങ്കിൽ പ്രവാചകനെ ഇത്തരത്തിൽ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കില്ല. അയാൾ നടത്തിയ പല പ്രതികരണങ്ങളും അതിവിടെ കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്റെ പക്കലുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ URL-ഉം ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിവിടെ പരസ്യമായി നിങ്ങളെ ഒന്നും കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം വീണ്ടും പ്രവാചകനെ തെറി വിളിക്കുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് എനിക്കത് കാണിക്കാൻ കഴിയില്ല. എന്തായാലും കാണിക്കേണ്ടവരെ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മുഹമ്മദ് ഇബ്രാഹിം നായർ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് ഐഡി, അതിന്റെ ഉടമസ്ഥൻ തീർച്ചയായും അതൊരു മുസ്ലിം നാമധാരിയാണ്. ഒരിക്കലും സംഘപരിവാരങ്ങളല്ല ഈ ഐഡി ഉപയോഗിച്ച് പ്രവാചകനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇയാളുടെ ഉദ്ദേശം, എന്തിനാണ് ഇയാൾ പ്രവാചകനെ തെറി വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സംഘപരിവാരങ്ങൾ അതൊരു ജോലിയായി ഏറ്റെടുത്ത് പ്രവാചകനെ തെറി വിളിച്ച് നടക്കുകയാണ്. അതേസമയം ഈ മുസ്ലിം നാമധാരി എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അയാളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞു, അയാൾ മുസ്ലിം നാമധാരിയാണ്, മുസ്ലിമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഏതായാലും ഈ കക്ഷിക്കെതിരെ, മുഹമ്മദ് ഇബ്രാഹിം നായർ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്കെതിരെ നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് സൈബർ സെൽ ഇയാളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമം അത് വിജയം കണ്ടിരുന്നു. ഇയാളുടെ കൃത്യമായ പേരും മേൽവിലാസവും അഡ്രസ്സും ഒക്കെ ഇവിടെ സൈബർ സെല്ലിന് ലഭിച്ചു. തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മതസ്പർദ്ധയുണ്ടാക്കുന്ന, പ്രവാചകനെ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് തെറി വിളിക്കുന്ന ചില കമന്റുകൾ ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് ഐഡി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, നിലവിൽ മട്ടന്നൂർ MLA-യും അതുപോലെ തന്നെ കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായ KK ശൈലജ ടീച്ചറുടെ ഫോട്ടോ ഉപയോഗിച്ചാണ്. ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട്, വടകരയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു. കാഫിർ പരാമർശം, അതുപോലെ തന്നെ പലതരത്തിൽ. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. എന്നാൽ ഇവിടെ ശൈലജ ടീച്ചറുടെ ഫോട്ടോ വെച്ച് വ്യാജ ഐഡികൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ഇതൊക്കെ കാണാനോ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ്. നേരത്തെ മന്ത്രി G. ചിഞ്ചുറാണിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പച്ച വർഗീയത പറയുന്ന ചില ഫേസ്ബുക്ക് ഐഡികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സങ്കടകരമാണ്. നമ്മുടെ സംവിധാനം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മുടെ നിയമ സംവിധാനം, ഇവിടെ സൈബർ സെൽ, പോലീസ്,
അന്വേഷണ സംവിധാനങ്ങളൊക്കെ ഒരുപാട് പുരോഗമിച്ച ഒരു സാഹചര്യമാണ്. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഉന്നത അധികാരികളുടെയും ഒക്കെ ഫോട്ടോ ഉപയോഗിച്ച് ഏതെങ്കിലും മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് ഐഡികൾ ഇവിടെ ജനപ്രതിനിധികളുടെയും മറ്റുമൊക്കെ ഫോട്ടോ ഉപയോഗിച്ച് അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ടെത്താൻ പോലീസ് സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കോ സമയമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഒരുപാട് വിവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന്റെ പുറകെ പോലീസ് ഓടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും അത് വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം അതിനേക്കാൾ കൂടുതൽ ഇവിടെ ശൈലജ ടീച്ചർ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെയൊക്കെ ആളുകളുണ്ട്. എന്നാൽ അവരും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആളുകളാണ്. അവരൊന്നും സൈബർ സഖാക്കളൊന്നും ഇത് കണ്ടില്ല എന്ന് പറയുമ്പോൾ ദുഃഖകരമാണ്, അതീവ സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും അതാത് പാർട്ടിയുടെ ആളുകൾ കൃത്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് മന്ത്രിയെയോ MLA യോ കാര്യങ്ങൾ ധരിപ്പിച്ച് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അവർ തന്നെ രംഗത്തിറങ്ങിയാൽ ഇത്തരത്തിലുള്ള വ്യാജ ഫേസ്ബുക്ക് ഐഡികളും അതുപോലെ തന്നെ മറ്റുമൊക്കെ നിർത്തലാക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും പിടിച്ചുള്ളിലാക്കാനും ഒക്കെ വളരെ എളുപ്പം കഴിയും. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ല. മറ്റ് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങൾക്ക് പിന്നാലെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓടാനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പലർക്കും സമയമുണ്ട്. അതിനവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രവാചകനെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള ഫേസ്ബുക്ക് ഐഡികൾ, ആ ഫേസ്ബുക്ക് ഐഡികൾക്ക് ഉപയോഗിക്കുന്ന ഫോട്ടോകൾ, ഇതൊക്കെ അതീവ ഗൗരവമുള്ള കാര്യമാണ്. തീർച്ചയായും ഇതൊക്കെ കാണാൻ ശ്രമിക്കണം. ഇത്തരക്കാരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.